കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. SNDP എന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയാണ്. SNDPയുടെ ചരിത്രത്തിൽ നവോത്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ചരിത്രം വേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തോട് ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള നിലയിലും മറ്റേതൊരു സാമുദായിക പ്രസ്ഥാനമാണെങ്കിലും ആ സാമുദായിക പ്രസ്ഥാനത്തോടും ഞങ്ങൾക്ക് യാതൊരു അകൽച്ചയുമില്ല. പിന്നെ ഒരാൾ പറയുന്ന അഭിപ്രായങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളുമാകില്ല. ഇപ്പോൾ NSSൻ്റെ ആസ്ഥാനത്ത് നിന്ന് പല അഭിപ്രായങ്ങളും പലപ്പോഴും വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങൾ പറയുമായിരിക്കും. രണ്ടാമതൊന്ന് ഇതേ പരാതി നിങ്ങളീ പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വെള്ളാപ്പള്ളിക്കൊപ്പം വാഹനം പങ്കിട്ടു. എനിക്കറിയില്ല കേട്ടോ, ഇന്നിപ്പോൾ ഞാൻ ഇവിടെയാണ്. എങ്ങനെയാണ് ഈ വാർത്തയുടെ ആധാരമെന്ന് എനിക്കറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും ഇതിന് തുല്യമായ വേറൊരാക്ഷേപം വേറൊരു കൂട്ടർ എന്താ പറഞ്ഞത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞത് എന്താ? നിങ്ങൾ പൗരത്വ ഭേദഗതിയുടെ അന്ന് പൗരത്വത്തിൻ്റെ പ്രശ്നം ഉയർത്തിക്കാണിച്ച് അതിനെതിരെ സമരം ചെയ്തിട്ട് നിങ്ങൾ നോക്കൂ, മുസ്ലിം വേദിയിൽ CPIMൻ്റെ വേദിയിൽ നിസ്കരിക്കുന്നു മുസ്ലിയാക്കന്മാർ. ഇപ്പം മുഴുവനും CPIMൻ്റെ നേതാക്കളും മുഖ്യമന്ത്രിയും കുറേ തങ്ങന്മാർക്കൊപ്പമാണ്, കുറേ മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പമാണ്. ഇതായിരുന്നു സംഘപരിവാറിൻ്റെ പ്രചാരണം. അപ്പോൾ ഞങ്ങൾ അതിലും ഭയപ്പെട്ടിട്ടില്ല. ഇപ്പം ജിഫ്രി തങ്ങളോടൊപ്പമോ ഞങ്ങളുടെ കോഴിക്കോട്ടെ വേദിയിൽ CPIMൻ്റെ വേദിയിൽ ഒരു മുസ്ലിം പുരോഹിതൻ നമസ്കരിക്കേണ്ട സമയത്ത് അദ്ദേഹം അവിടെ വേദിയിൽ നമസ്കരിച്ചതിലോ ഞങ്ങൾക്ക് അതിനെതിരായ ആക്ഷേപങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പതറിയിട്ടില്ല. അത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPIMൻ്റെ വളരെ പ്രമുഖരായ നേതാക്കളും എല്ലാം ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു സെക്യുലർ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഈ വിമർശനം വന്ന് സംഘപരിവാറിന് ആളുകൾ ഉയർത്തിയതാണ്.